ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മൈൻഡ്ഫുൾ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ തക്കാളിയൊക്കെ ഇട്ടുള്ള ഒരു റൈസ്. അപ്പം ഞാൻ ബിരിയാണി അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കാണാം. ഒരു വലിയ സവാളയുടെ പകുതിയാണ് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇത് കശുവണ്ടി. ഇത് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഉരുളൻകിഴങ്ങ് ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചത്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ മുളക് പൊടി 1/2 സ്പൂണ്, പിന്നെ ജീരകം ഒരു 1/4 സ്പൂണ്, പിന്നെ കറുവപ്പട്ട 2 ഏലക്ക 3 ഗ്രാമ്പു. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഉപ്പും. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യിലാണ് വെക്കുന്നത്. എണ്ണ ഒഴിക്കാം, നെയ്യും ചേർക്കാം. ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് ഞാൻ കശുവണ്ടി ഒന്ന് വറുത്തെടുത്തിരുന്നു. ഇനിയിപ്പോൾ ഈ നെയ്യ് ചൂടായി, ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂക്കുമ്പോഴത്തേന് നമുക്ക് ആ പട്ടയും ഗ്രാമ്പൂ ഇലക്കയൊന്ന് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ സൈഡിലോട്ട് പോയിന്ന് അതൊന്ന് മൂത്തു. അതിലേക്ക് നമുക്ക് ഈ ഇലക്കയും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇതാകുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി ഒന്ന് ചൂടായാൽ മതി, കാണത്തില്ല. ഞാൻ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും, അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു ആ നെയ്ക്കകത്ത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് വന്നുകൊണ്ട് നെയ്യെല്ലാം മുഴുകി. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് വാഴട്ടെ, അതൊന്ന് വഴലാൻ വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 2ആയിട്ട് മുറിച്ച്. പിന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം കഴിവതും ഒഴിവാക്കിയേക്കുവാണ്. ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ ഞങ്ങൾ വെക്കുകയുള്ളൂ. ഒന്നീ മൺചട്ടി അല്ലെങ്കിലുള്ള അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉള്ളൂ, അതിലേ ഞങ്ങൾ പാചകം ചെയ്യാറുള്ളൂ. അങ്ങനെ ഉള്ളി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. അപ്പം ആദ്യം നെയ്യ് ഒഴിച്ചു, അതിലേക്ക് ജീരകം ഇട്ടു. ജീരകം, പിന്നെ ഒരു കറുവപ്പട്ടയുടെ ചെറിയ കഷ്ണം, 2 ഏലക്ക, 3 ഗ്രാമ്പു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതിട്ടു. സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേന് അതിലേക്ക് തക്കാളി ഇട്ടു. ഇത് വഴലുമ്പോഴേക്കും നമുക്ക് ഉരുളൻകിഴങ്ങിടുക, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അങ്ങനെ തക്കാളി വഴന്നു. ശകലം ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ചോറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശകലം ഉപ്പും കൂടെ ചേർത്തു. അതൊന്ന് വഴന്നു കഴിഞ്ഞു. അതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ്, വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് ഉടഞ്ഞു പോകാതെ, ആ ഉരുളൻകിഴങ്ങ് ഉടഞ്ഞു പോകാതെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് ശകലൊന്നതായി കഴിയുമ്പോൾ ഇതിലേക്ക് ചോറ് കുടഞ്ഞിടണം. അതിലേക്ക് നമ്മൾ ചോറിട്ടു. എന്നിട്ട് ചോറൊക്കെ ഇട്ട് കുറച്ച് ഇട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതുമായിട്ട് മിക്സ് ചെയ്യുക. ആലു ഉരുളൻകിഴങ്ങ് ഉടഞ്ഞു പോകാതെ പൊടിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇളക്കിയിട്ട് നോക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച പറങ്ങാണ്ടി ചേർക്കുക. ശക്കല ഒന്ന് പാളിപ്പോയി, പറങ്ങാണ്ടി കരിഞ്ഞു പോയി. ഇതാണ് എൻ്റെ ഫ്രൈ റൈസ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും.
ഇപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഇതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.